Hello everyone, this is Gopika and welcome to the brand new episode of Talks with Gopika. I know many of you want to speak in English correctly, but because of some grammar books and heavy rules, you are confused. Don't worry, here I am to help you how to speak in English correctly. നമുക്ക് എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഭാഷയില്ലാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സിറ്റുവേഷനാണ്. ഒരു ജോലിയുടെ കാര്യമാണെങ്കിലും മറ്റ് പല സിറ്റുവേഷൻസിലും നമുക്ക് ഇംഗ്ലീഷ് ഭാഷ അത്രയും അത്യാവശ്യമാണ്. പക്ഷേ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ആസ് എ മലയാളി നമുക്ക് എത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഭാഷ തന്നെയാണ് ഇംഗ്ലീഷ്. ബിക്കോസ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, വൺ ഓഫ് ദ ടഫസ്റ്റ് ലാംഗ്വേജസിൽ ഒന്നാണ് മലയാളം. ആ മലയാളം സംസാരിക്കുന്ന നമുക്ക് എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തത്? സോ ഇംഗ്ലീഷ് ഈസ് റിയലി സിമ്പിൾ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടു സ്റ്റഡി. Okay, here we are going to start our first session. Before starting the session, I need to tell you one thing. English is just a language. It's not a big exam. So stay cool and learn. ആക്ച്വലി ഇംഗ്ലീഷ് പഠിച്ചു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്നത് 3 പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് വൺ, lack of vocabulary. Second one, lack of grammar. And third one, lack of confidence. അതിൽ ആദ്യത്തത് വൊക്കാബുലറി മീൻസ് ഇംഗ്ലീഷിലുള്ള വാക്കുകൾ. നമുക്ക് ആക്ച്വലി ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ മിനിമം ഒരു 100 വേർഡ്സ് എങ്കിലും അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. അതറിയാത്ത പക്ഷമാണ് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യുന്നത്. സോ അത് നമ്മൾ ഈ സെഷനിലൂടെ തന്നെ നമ്മൾ പരിഹരിക്കും. ആൻഡ് സെക്കൻഡ് വൺ, ഗ്രാമർ ഓൾസോ നമ്മൾ ബേസിക് എല്ലാം ഒന്ന് റെഡി ആയതിനു ശേഷം നമ്മൾ ഗ്രാമർ ക്ലാസ്സസിലേക്കും കിടക്കും. അതും വളരെ സിമ്പിളായിട്ടായിരിക്കും നമ്മൾ ഗ്രാമറും പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി റെഡി ആവുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും ഇമ്പ്രൂവ് ആവും. സോ ലെറ്റ്സ് ബിഗിൻ അവർ ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് സെൻറ്റൻസസ് ആണ്. ആദ്യം തന്നെ മറ്റ് ക്ലാസ്സുകൾ പോലെ വൊക്കാബുലറീസ്, അതുപോലെ ഓക്സിലറി വേർബ്സ്, കൺജങ്ഷൻസ്, പ്രിപ്പോസിഷൻസ് എന്നെല്ലാം പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. നമുക്ക് ബേസിക്കിൽ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. സോ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസസ്, അല്ലെങ്കിൽ ആ സെൻറ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് സെൻറ്റൻസസ്, അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. അവൻ എൻ്റെ സുഹൃത്താണ്. ഹീ ഈസ് മൈ ഫ്രണ്ട്. അവൾ എൻ്റെ സുഹൃത്താണ്. ഷീ ഈസ് മൈ ഫ്രണ്ട്. ഇതെൻ്റെ അമ്മയാണ്. ഇറ്റ് ഈസ് മൈ മദർ. ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ആണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഇസ് എന്നുള്ളത്. സോ യുവർ സെൻറ്റൻസ് ഇസ്, ഇത് എൻ്റെ സ്കൂളാണ്. അത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഇത് എൻ്റെ സ്കൂളാണ്. യെസ്, ഇറ്റ് ഈസ് മൈ സ്കൂൾ. സോ ഇവിടെ നമ്മൾ ഇസ് എന്നുള്ള വേർഡാണ് പഠിച്ചത്. എന്തെങ്കിലും ഒരു സംഭവം ആണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇസ്. അടുത്ത സെൻറ്റൻസ് ആണ്, എനിക്ക് പാട്ട് പാടാൻ കഴിയും. നമ്മൾ ഡെയിലി അല്ലെങ്കിൽ സംടൈംസ് യൂസ് ചെയ്യുന്നതാണ് അല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് പറയുക? എനിക്ക് പാട്ട് പാടാൻ കഴിയും, അവൾക്ക് ചിത്രം വരയ്ക്കാൻ കഴിയും, എനിക്ക് ഡാൻസ് കളിക്കാൻ കഴിയും, എനിക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയും. ഇങ്ങനെ നമുക്കുള്ള കഴിവുകളെ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? നമുക്കൊരു സംഭവം കഴിയും എന്ന് പറയാൻ യൂസ് ചെയ്യുന്ന വേർഡാണ് ക്യാൻ. അപ്പോൾ എങ്ങനെ പറയാം? എനിക്ക് പാട്ട് പാടാൻ കഴിയും. ഐ ക്യാൻ സിങ്. അവൾക്ക് ഡാൻസ് കളിക്കാൻ കഴിയും. ഷീ ക്യാൻ ഡാൻസ്. ഇങ്ങനെ എന്തൊരു കഴിവ് നമുക്കുണ്ടെങ്കിലും അതിനെ പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് വേർഡാണ് ക്യാൻ. അപ്പോൾ നിങ്ങൾക്കുള്ള സെൻറ്റൻസ് എന്ന് പറയുന്നത്, അവന് നന്നായി ഉറങ്ങാൻ കഴിയും. അതെങ്ങനെയാണ് നമ്മൾ പറയുക? അവന് നന്നായി ഉറങ്ങാൻ കഴിയും. യെസ്, ഹീ ക്യാൻ സ്ലീപ്പ് വെൽ. ഹീ ക്യാൻ സ്ലീപ്പ് വെൽ. മൂന്നാമത്തെ സെൻറ്റൻസ് ആണ്, അവൾ നാളെ വരും. ഭാവിയിൽ, നാളെ, മറ്റന്നാൾ, അല്ലെങ്കിൽ ഭാവിയിൽ ഒരു കാര്യം നടക്കും എന്നുള്ളത് നമുക്ക് ചില സന്ദർഭങ്ങളിൽ പറയേണ്ടി വരും അല്ലേ. അവൾ നാളെ വരും, ഞാൻ നാളെ പോവും, നാളെ ഞാൻ സിനിമ കാണാൻ പോവും, അല്ലെങ്കിൽ നാളെ ഞാൻ ലീവാവും. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് ഭാവിയിൽ നമ്മൾ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു സെൻറ്റൻസ് എന്നുള്ള സൗണ്ടിൽ അവസാനിക്കുന്നത്, ഇരിക്കും, നടക്കും, കിടക്കും, ഇങ്ങനെ എന്നുള്ള സൗണ്ടിൽ അവസാനിക്കുന്ന എല്ലാത്തിനും നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് വിൽ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? അവൾ നാളെ വരും. യെസ്, ഷീ വിൽ കം ടുമോറോ.
അവൻ നാളെ പോവും. അതെങ്ങനെ പറയും? ഹീ വിൽ ഗോ ടുമോറോ. ഞാൻ പാട്ട് പാടും. ഐ വിൽ സിങ്. അവൾ ഡാൻസ് കളിക്കും. ഷീ വിൽ ഡാൻസ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഭാവിയിൽ നടക്കും. മലയാളത്തിൽ എന്ന് അവസാനിക്കുന്ന സെൻറ്റൻസിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വേർഡാണ് വിൽ. സോ ദ സെൻറ്റൻസ് നിങ്ങൾക്കുള്ള സെൻറ്റൻസ് ആണ്, ഞാൻ നാളെ സിനിമയ്ക്ക് പോവും. എങ്ങനെ പറയും? യെസ്, ഐ വിൽ ഗോ ഫോർ മൂവി ടുമോറോ. ഐ വിൽ ഗോ ഫോർ മൂവി ടുമോറോ. നാലാമത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത്, ചില സമയത്തൊക്കെ നമ്മൾ ആളുകളോട് പറയും, എനിക്ക് മുന്നേ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ഇന്ന കാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നു, ഇപ്പം കഴിയില്ല, മുന്നേ കഴിഞ്ഞിരുന്നു എന്ന് പറയുന്നൊരു സന്ദർഭം വരും. ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ഏതാണ്? യെസ്, കുഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ക്യാനിൻ്റെ പാസ്റ്റ് തന്നെയാണ് കുഡ് എന്നുള്ളത്. അതെങ്ങനെ നമുക്ക് പറയാം? ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് ചെറുപ്പത്തിൽ പാട്ട് പാടാൻ കഴിഞ്ഞിരുന്നു എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുക? ഐ കുഡ് സിങ് വെൻ ഐ വാസ് എ ചൈൽഡ്, അല്ലെങ്കിൽ ഇൻ മൈ ചൈൽഡ്ഹുഡ് എന്ന് പറയാം അല്ലേ? ഇങ്ങനെ നമുക്ക് മുന്നേ, ഇപ്പോൾ ഇല്ല, മുന്നേ ഒരു കഴിവുണ്ടായിരുന്നു അല്ലെങ്കിൽ മുന്നേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് പറയുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കുഡ് എന്നുള്ളത്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അവൾക്ക് നന്നായി ഡാൻസ് കളിക്കാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഇല്ല, മുന്നേ കഴിഞ്ഞിരുന്നു. അതെങ്ങനെ പറയും? ഷീ കുഡ് ഡാൻസ്. ഷീ കുഡ് ഡാൻസ്. കുഡ് എന്ന് വന്നാൽ തന്നെ നമുക്കതൊന്ന് മനസ്സിലാവും, ഇപ്പോൾ ഇല്ല, അത് മുന്നേ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ആ ഒരു കഴിവ് നിലവിലില്ല, മുന്നേ ഒരു കഴിവുണ്ടായിരുന്നു അല്ലെങ്കിൽ മുന്നേ ഒരു കാര്യം കഴിയുമായിരുന്നു എന്നുള്ളത് പറയാനാണ് നമ്മൾ കുഡ് യൂസ് ചെയ്യുന്നത്. വേറൊരു സെൻറ്റൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ അമ്മയ്ക്ക് നന്നായി കുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. അത് നമ്മളിങ്ങനെ പറയും? മൈ മദർ കുഡ് കുക്ക് വെൽ. ഇപ്പോൾ ഇല്ല, മുന്നേ. മൈ മദർ കുഡ് കുക്ക് വെൽ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്കുള്ള സെൻറ്റൻസ് ആണ്, എൻ്റെ അച്ഛന് നന്നായിട്ട് വായിക്കാൻ കഴിയുമായിരുന്നു. ഇപ്പം ഇല്ല, മുന്നേ കഴിയുമായിരുന്നു. അതെങ്ങനെ പറയും? യെസ്, മൈ ഫാദർ കുഡ് റീഡ് വെൽ. മൈ ഫാദർ കുഡ് റീഡ് വെൽ. അഞ്ചാമത്തെ സെൻറ്റൻസും നമ്മൾ പാസ്റ്റിലുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ, മുന്നേ ഉണ്ടായിരുന്ന കാര്യത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ചില സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ട്, അവർക്ക് ഇന്ന സാധനം ഉണ്ടായിരുന്നു, അവർക്കൊരു കാർ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല, ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അവർക്കൊരു വീടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്കൊരു പെറ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല എന്നുള്ള രീതിയിലുള്ള സെൻറ്റൻസസ്. അത് നമ്മളെങ്ങനെയാണ് പറയുന്നത്? യെസ്, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഹാഡ്. ഹാഡ് എന്നുള്ള വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഒരു കാർ ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയും? ദേ ഹാഡ് എ കാർ. ദേ ഹാഡ് എ കാർ. ഇപ്പോൾ ഇല്ല, മുന്നേ ഉണ്ടായിരുന്നു. അതുപോലെ അവർക്കൊരു പെറ്റ് ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയും? ദേ ഹാഡ് എ പെറ്റ്. ദേ ഹാഡ് എ പെറ്റ്. അതായത് മുന്നേ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല, ഇപ്പോൾ നിലവിൽ ആ സംഭവം നമ്മുടെ കൂടെ ഇല്ല, മുന്നേ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഹാഡ് എന്നുള്ളത്. സോ ഒരു സെൻറ്റൻസ് കൂടി നമുക്ക് നോക്കാം. എൻ്റെ അമ്മയ്ക്ക് നല്ല ലോങ് ഹെയർ ഉണ്ടായിരുന്നു. അതെങ്ങനെ പറയും? എൻ്റെ അമ്മയ്ക്ക് നല്ല ലോങ് ഹെയർ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല, ആദ്യം ഉണ്ടായിരുന്നു. അതെങ്ങനെ പറയും? യെസ്, മൈ മദർ ഹാഡ് ലോങ് ഹെയർ. വേണമെങ്കിൽ ബിഫോർ എന്നും കൊടുക്കാം. മൈ മദർ ഹാഡ് ലോങ് ഹെയർ ബിഫോർ. അടുത്തൊരു സെൻറ്റൻസ് ആണ്, നീ നാളെ തീർച്ചയായും വരണം. നമ്മളൊരാളെടുത്ത് കമാൻഡ് ചെയ്യില്ലേ, അവരുടെ അടുത്ത് നിർബന്ധിച്ച് പറയില്ലേ, നീ തീർച്ചയായിട്ടും വരണം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ നേരത്തെ എന്ന് അവസാനിക്കുന്ന, മലയാളത്തിൽ എന്ന് അവസാനിക്കുന്നതിനെല്ലാം വില്ലാണ് യൂസ് ചെയ്യുക എന്നുള്ളത് പഠിച്ചു. അങ്ങനെ സെയിം സിറ്റുവേഷനിൽ ഇവിടെ വരുന്നത് എന്താണ്? നം എന്നുള്ളൊരു വാക്കാണ്. മലയാളത്തിൽ നം എന്നുള്ള ഒരു വേർഡിൽ അവസാനിക്കുന്നതിനെല്ലാം തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് ഷുഡ് എന്നുള്ളത്. സോ അതെങ്ങനെയാണ് പറയുക? നീ നാളെ എന്തായാലും വരണം, നീ നാളെ തീർച്ചയായും വരണം എന്നുള്ളത് നമ്മൾ എന്ത് പറയും? യു ഷുഡ് കം ടുമോറോ. യു ഷുഡ് കം ടുമോറോ. നീ നാളെ തീർച്ചയായും പോവണം എന്നെങ്ങനെ പറയും? യു ഷുഡ് ഗോ ടുമോറോ. അവൾ നാളെ തീർച്ചയായും എക്സാം അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മളെങ്ങനെ പറയും? ഷീ ഷുഡ് അറ്റൻഡ് ദ എക്സാം ടുമോറോ. ഇങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും ൽ അവസാനിക്കുന്ന എല്ലാ സെൻറ്റൻസസിൻ്റെ കൂടെയും നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഷുഡ് എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് നോക്കാം. അവൻ തീർച്ചയായും പാട്ട് പാടണം. അതെങ്ങനെ പറയും? അവൻ തീർച്ചയായും പാട്ട് പാടണം. യെസ്, ഹി ഷുഡ് സിങ് വെൽ. ഹി ഷുഡ് സിങ് വെൽ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരുപാട് കോണ്ടൻസ് പറയുമ്പോൾ ബോറടിക്കുന്നുണ്ട് അല്ലേ?
സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേയ്സ് സെഷൻ. ബാക്കി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാം. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു ഫോളോ ആൻഡ് അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും ഓൺ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഉള്ളൂ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്ന ക്ലാസ്സസ് 1-to-1 ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഡോണ്ട് ഫോർഗെറ്റ് ടു ഫോളോ ആൻഡ് സ്വിച്ച് ഓൺ ദ ബെൽ ഐക്കൺ. താങ്ക് യു ഫോർ വാച്ചിങ്.